ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ളൊരു കിടിലം വ്യൂ ആണ് കേട്ടോ. ഇത് ഒന്നൊന്നര ഫോർട്ടാണല്ലോ. നമ്മൾ ഡോക്ടർ സുധർമ്മയുണ്ട്, മിസ് നേഴ്സ് ജ്യോതിയുണ്ട്. മാട്ടിൻ്റെ എൻട്രി എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല കാര്യം, സത്യം അറിയാമല്ലോ. ഇതിനകത്തൂടെ ശത്രുക്കളെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ സെക്കൻഡ് ഡേയിലെ പരിപാടിയിലോട്ട് കിടക്കുകയാണ് ഗൈസ്. നമ്മളപ്പോൾ അടുത്ത നമ്മൾ ചെട്ടിനാട് കാരക്കുടി ചെട്ടിനാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. ഇത് നമ്മൾ ഡോക്ടർ സുധർമ്മയുണ്ട്, മിസ് നേഴ്സ് ജ്യോതിയുണ്ട്, നേഴ്സ് വിത്ത് ആണ്ടിപ്പട്ടി യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ കാരക്കുടി ചെട്ടിനാട് നോക്കിയുള്ള യാത്രയാണ്. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നമ്മളവിടെ പോകുന്നു, അവിടുത്തെ ചെട്ടിനാട് ഹൗസസുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു. അവിടെ പാലസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു, അതും ഒന്ന് പോയി കാണാൻ നോക്കുന്നു. പിന്നെ നമ്മൾ അവിടെ കുറച്ച് കണ്ണന് കളിക്കാനായിട്ട് ഫൺ ഗെയിംസ് സംതിങ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഫോർട്ടൊക്കെ ഉണ്ട് അവിടെ. ഫോർട്ടൊക്കെ നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണുന്നുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ചുമ്മാ അങ്ങനെ പോയി നോക്കുകയാണ് ഗൈസ്. ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അവിടുന്ന് നേരെ നമ്മൾ ഹൈവേയിൽ കയറി നമ്മുടെ കൊല്ലിടം റിവർ, അത് കഴിഞ്ഞ് കാവേരി, അത് കഴിഞ്ഞ് TVS ടോൾ ഗേറ്റ്. നമ്മൾ നമ്പർ 1 ടോൾ ഗേറ്റിൽ നിന്ന് TVS ടോൾ ഗേറ്റിലുണ്ട്. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്താണ് കാവേരി ബ്രിഡ്ജ്. സോ നമ്മൾ ആ റൂട്ടിലാണ് പോകുന്നത്. ഇവിടുന്ന് പുതുക്കോട്ട റൂട്ട്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എന്താണ് നമ്മളവിടെ പോയി കാണാൻ പോകുന്നൊന്നും ആർക്കും ഒരു ഐഡിയ ഇല്ല. പക്ഷേ നമ്മളങ്ങ് ഒരു അൺപ്ലാൻഡ് ട്രിപ്പ് പോവാം. നമ്മളപ്പോൾ TVS ടോൾ ഗേറ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ പോകുന്നതാണ് സെൻട്രൽ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷനൊക്കെ. നമുക്ക് പോകേണ്ടത് എയർപോർട്ട് റോഡ്. ഈ മാപ്പിൽ കാണിക്കുന്ന കൊണ്ട് നമ്മളൊരു U-turn ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം. സോ ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണ് ഈ TVS ടോൾ ഗേറ്റിൽ എത്തിയിട്ടാണ് നമുക്ക് പോകണം. സോ ഈ ബ്രിഡ്ജിനിടയിൽ കൂടെ കാണുന്ന റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാലാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്, ബസ് സ്റ്റാൻഡ് എല്ലാം വരുന്നത്. നമ്മൾ ലെഫ്റ്റ് എടുത്താണ് പോകുന്നത്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന പാർക്ക് ഈ സ്ട്രെയിറ്റ് പോകുമ്പോഴാണ്. സോ നമ്മൾ മാപ്പിൽ കാണിച്ചുകൊണ്ടുള്ള ആ ഒരു U-turn ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് ഇതോടുകൂടി. ആദ്യമായിട്ട് വരുന്നവർ ശ്രദ്ധിക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേ കട്ടുകളുണ്ട് കേട്ടോ. ഈ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ എയർപോർട്ട് റോഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് തിരുച്ചിറപ്പള്ളി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടുന്ന് ട്രിവാൻഡ്രത്തിലോട്ടൊക്കെ ഫ്ലൈറ്റ് ഉണ്ട്. കോണിന് മുമ്പ് വരെ കൊച്ചിയിലോട്ടും ഉണ്ടായിരുന്നു. TVS ടോൾ ഗേറ്റിൽ നിന്ന് 75 കിലോമീറ്ററാണ് ചെട്ടിനാട് ഏരിയയിലോട്ടുള്ളത്. ഇപ്പോൾ ഈ പോകുന്ന വഴി ഒരു ലേക്കാണ്. മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ചെറിയ വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ നോക്കിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നപൂർണ്ണ ഇപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കൊണ്ടാണ് നമ്മളവിടെ നടന്നിരിക്കുക. ഇപ്പോൾ ശ്രീ അന്നപൂർണ്ണ ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. 2 മഞ്ഞക്കിളിയും കൂടി ടാറ്റ തന്നേ. 2 നീലക്കിളികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചോദ്യം കേട്ടോടെ കുഞ്ഞിക്കിളി ഒന്ന് ഞെട്ടി. പിന്നെ അങ്ങോട്ട് ടേസ്റ്റ് ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. റിസൾട്ട് ഇപ്പോൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം. പ്രതീക്ഷിച്ചൊരു ഇൻപുട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. ഓപ്പൺ AC എല്ലാവരും യാത്ര ചെയ്യുന്നുള്ള ചർച്ചയായിരുന്നു. തമിഴ്നാട്ടിൽ ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. ബോഡി കാണുന്നത് പുതുക്കോട്ട എത്തിയിരിക്കുകയാണ്. കാരക്കുടിയുടെ 42 കിലോമീറ്റർ ഉണ്ട്. രാമേശ്വരം ഒരു 182 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. കണ്ണനൊക്കെ ഇരുന്ന് ചെറുതായിട്ട് ബോറടിക്കാൻ തുടങ്ങി. നമ്മൾ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് കണ്ണൻ 2 സ്റ്റെപ്പൊക്കെയാണ് കളിച്ച് വരികയാണ്. സോ സ്റ്റെപ്പ് കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണും, വേട്ടയ്യ മൂവിലെ പാട്ട് തന്നെയാണ്. പണ്ടേ കണ്ണനൊരു രജനികാന്ത് ഫാനാണ്, നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കാരക്കുടി പോകുന്ന റൂട്ടിലുള്ള കുറച്ച് അട്രാക്ഷൻസ്. അങ്ങനെ തിരുമായം ഫോർട്ടാണ് മെയിനായിട്ടുള്ളത്. സോ പുതുക്കോട്ട കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അങ്ങോട്ടുള്ള നാവിഗേഷൻ ഇട്ടിട്ടുണ്ട് തിരുമായം ഫോർട്ടിലോട്ടുള്ളത്. സോ മെയിൻ ഹൈവേയിൽ നിന്ന് നമ്മളിപ്പോൾ റൈറ്റ് തിരിഞ്ഞ് അങ്ങോട്ട് ഫോർട്ടിലോട്ട് കയറുവാണ്. ഈ മെയിൻ ഹൈവേയിലോട്ട് കാരക്കുടിക്ക് പോകുന്ന മെയിൻ ഹൈവേയിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫോർട്ട്. ഈ റൈറ്റ് കയറി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ഫോർട്ടിലോട്ടാണ്. അതുകൊണ്ട് കാരക്കുടി പ്ലാൻ ചെയ്യുന്ന ഏതൊരാൾക്കും കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. റൈറ്റ് സൈഡിൽ ചെറിയൊരു ലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഫോർട്ടിൽ നിന്നുള്ള ഈ ലേക്കിൻ്റെ വ്യൂ എന്തായാലും അടിപൊളിയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ തിരുമായം ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 കിലോമീറ്റർ, നമ്മൾ കണ്ട TVS ടോൾ ഗേറ്റിൽ നിന്ന് 65 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ പുതുക്കോട്ടയിൽ നിന്ന് 18 കിലോമീറ്റർ. ആശ്രംപട്ടി എന്ന് പറഞ്ഞ ഒരു ഒരു ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് റൈറ്റ് സൈഡ്, ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഇത് റൈറ്റ് സൈഡിൽ എടുക്കേണ്ടത്.
നമ്മളിപ്പോൾ ഫോർട്ടിൻ്റെ എൻട്രൻസിലോട്ട് കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റൈറ്റിലോട്ടൊരു വഴിയുണ്ട്, ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട്. അതാണ് നമ്മളിങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്നത്. എന്തായാലും ഫോർട്ടിൻ്റെ ഒരു വ്യൂ വെച്ചിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് എടുക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഫോർട്ടിന് വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളിങ്ങനെ ലെഫ്റ്റ് എടുത്ത് അങ്ങനെ പോവുകയാണ്. ഇവിടുത്തെ തൊഴിലുറപ്പിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടുത്തെ തൊഴിലുറപ്പാണോ അതോ ഇവിടുത്തെ ക്ലീനിങ് ആണോ എന്നറിയത്തില്ല. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. കണ്ടിട്ട് തൊഴിലുറപ്പായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്നാലും നമ്മൾ ഫോർട്ടിലോട്ട് ഇങ്ങനെ കയറി ചെന്ന് നോക്കാം. ഇതാണ് എൻട്രൻസ് എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോകുന്നത്. എൻട്രൻസ് അല്ല കേട്ടോ, നമുക്കിവിടെ വേറൊരു ഗോപുരമാണല്ലോ കാണുന്നത്. ഏതോ അമ്പലത്തിൻ്റെ ഗോപുരമായിട്ടാണ് കാണുന്നത്. നമുക്കൊന്ന് നോക്കാം. ഈ ടെമ്പിൾ നമുക്കൊരു സർപ്രൈസാണ് കേട്ടോ. നമ്മൾ തിരുമായം ഫോർട്ട് തപ്പിയാണ് വന്നത്, പക്ഷേ ടെമ്പിൾ ഉണ്ടാവും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. എൻട്രി എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല ഗൈസ്, സത്യം അറിയാമല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ ഗൂഗിൾ നോക്കിയിട്ട് ജസ്റ്റ് കാരക്കുടി ചെട്ടിനാട് പോകുന്ന വഴിക്കുള്ള അട്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് ഗൂഗിൾ സെർച്ച് പ്രകാരം ഉള്ള ലൊക്കേഷൻസിലോട്ട് മാത്രമാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ വഴി കണ്ടതാണ് ഈ ഒരു ഫോർട്ട്. അതുകൊണ്ട് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നോർത്ത് വന്നേക്കാണ്. നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട്. ഓക്കെ. ഫോർട്ടിൻ്റെ താഴെയായിട്ടാണ് ഈ അമ്പലം വരുന്നത് കേട്ടോ. ഫോർട്ടും അമ്പലവും കൂടി ഭയങ്കരമായിട്ട് ചേർന്നാണ് ഇരിക്കുന്നത്. ആ പാറയോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായ ഒരു വ്യൂ ആണ്. അതുപോലെ തന്നെ ഗോപുരം, തമിഴ്നാട്ടിൽ ഒട്ടുമിക്ക അമ്പലങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ ഗോപുരം. അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്, പ്രത്യേകം പറയണ്ടല്ലോ. ഇപ്പോൾ കോയിലിൽ കയറുവാണ്. തുളസിമാല മേടിച്ചു. ഇതാണ് ഭഗവാന്റെ, ഇവിടെ നമ്മൾ വിഷ്ണുവിൻ്റെ അമ്പലമാണ്, പെരുമാളിൻ്റെ. നമ്മളപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടും പ്രതിഷ്ഠയുടെ അടുത്തോട്ടും ഒന്നും ക്യാമറ കൊണ്ടുപോകുന്നില്ല. അതേതായാലും അമ്പലത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ വന്ന് തന്നെ കാണേണ്ടതാണ്. പക്ഷേ അമ്പലത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. ഒരു 360 വ്യൂ ആണ് ആ ഫോർട്ടും അമ്പലവും കൂടി എല്ലാം കൂടിയുള്ളത്. സോ അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡ് ഭാഗത്തായിട്ടാണ് ഈ അമ്പലത്തിലെ കുളം വരുന്നത്. നമ്മളിപ്പോൾ കയറിയിട്ട് തൊഴുതിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ്. അത് നേരെ കുളത്തിലോട്ടാണ്. ഈ കൽത്തൂണുകൾ കണ്ടല്ലോ, ഇങ്ങനത്തെ കൽത്തൂണുകൾ തന്നെയാണ് അമ്പലത്തിനകത്ത് മൊത്തം ഉള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ വ്യൂ തന്നെയാണ് കണ്ടോ. ഈ ഫോർട്ടിൻ്റെ അടിയിൽ നിന്നുള്ള അമ്പലത്തിൻ്റെ വ്യൂ തന്നെ. നമുക്കിവിടെ ഒരു ചേച്ചിയുണ്ട് പൂവയ്ക്കായിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചിക്ക് ചിക്കൻ ബോക്സ് വന്നതുകൊണ്ട് മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കടെ പേരെന്നാ? கஸ்தூரி. இப்போ கஸ்தூரி அக்கா கிட்ட தான் பேசிக்கிட்டு இருக்கோம். அக்கா வந்து இந்த கோயில் ஹிஸ்டரியை பற்றி 1400 வருஷம் பழமையான கோயில். ஓகே. மன்னர்கள் ஆண்ட கோயில் இது. குடைவரை கோயில். பெருமாள் வந்து திவ்ய தேசம் 43வது திவ்ய தேசம். பாண்டிய மன்னர் கட்டின கோயில். அவருடைய சின்னம் இங்கே பதிக்கப்பட்டிருக்கு. மலைக்கோட்டை இருக்கு. போர்கள் நடந்த ஏரியா அந்த. இப்போ இங்கிறதா இதுதான் நம்மளோட புதுக்கோட்டை மன்னரோட பார்டர்னு சொல்ல முடியுமா? அந்த அதிரை காப்பதற்காக போட்டிருக்கதா. அவர் வந்து புதுக்கோட்டை மன்னர் என்ட்ரி ஆகி சாமி கும்பிட இங்கே கோயிலுக்கு வரப்போ வீரர்கள் பாதுகாப்புக்கு இருப்பாங்க. அந்த இதுதான். ஓகேக்கா, ரொம்ப நன்றிக்கா. இந்த ഹിസ്റ്ററിയെ പറ്റിയാണ് നമ്മൾ, അതായത് ഈ കോയിൽ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടായത്, ഇത് പുതുക്കോട്ടை മന്നറുടെ കോയിലായിരുന്നു, അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഇപ്പോൾ അക്ക ഷെയർ ചെയ്തത്. അപ്പോൾ അക്ക പറഞ്ഞതനുസരിച്ച് 10,400 വർഷം പഴക്കമുള്ള അമ്പലമാണ്. പുതുക്കോട്ടയിലെ രാജാവ് കെട്ടിച്ച അമ്പലമാണ്. പിന്നെ പുറകിൽ ഫോർട്ടുണ്ട്. അവിടെ വെച്ച് പല യുദ്ധങ്ങളുമൊക്കെ നടത്തിയിട്ടുള്ളതാണ് രാജാവ്. വിഷ്ണു ഭഗവാന്റെ ശിവഭഗവാന്റെ 2 പേരുടെ അമ്പലമാണ് ഉള്ളത് നമുക്കിവിടെ. അമ്പലത്തിൻ്റെ നടുവാതിക്കലുള്ള വീടാണ് കേട്ടോ. അവിടെ വളരെ മനോഹരമായിട്ട് അമ്പലം വരച്ച് വെച്ചിട്ടുണ്ട്, ശംഖൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഭാഗ്യത്തിന് നമുക്ക് സ്വാമിയെ കിട്ടിയിട്ടുണ്ട്. പ്രതിഷ്ഠയുടെയൊക്കെ ഡീറ്റെയിൽസ് സ്വാമി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. சக்கரத்தை இங்கே திருப்பி சாய்ச்சி வச்சுருக்கார். மையனுக்கு மையனாகவும் பொய்யனுக்கு பொய்யனவும் நான் இருக்குங்கிறார். மெய் சொன்னால் காப்பேன், தப்பு செஞ்சால் தண்டிப்பேன். പ്രതിഷ്ഠയുടെ ഫോട്ടോയാണ് സ്വാമി കാണിച്ച. അനന്തശയനാണ് കേട്ടോ, സിംഗിൾ പാറയിൽ ഉണ്ടാക്കിയേക്കുന്ന അനന്തശയൻ. சுயம்பூனாக்க என்ன நேச்சர் அப்போனோ அதே இடத்துல செஞ்சுட்டு சுயம்பூங்கிறார். അപ്പോൾ ടാറ്റ കൊടുங்க ഞങ്ങൾക്ക്. താങ്ക് യു. വിഷ്ണുവിൻ്റെ അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ശിവൻ്റെ അമ്പലമാണുള്ളത്. നമ്മൾ തൊഴുതെല്ലാം നമ്മൾ 10:30 അപ്പോൾ അമ്പലം അടച്ചു. ഇനി നമ്മൾ ഫോർട്ട് ലക്ഷ്യമാക്കി പോവുകയാണ്. ഫോർട്ടിൻ്റെ താഴെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഫോർട്ടിലോട്ടുള്ള എൻട്രി കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ കണ്ണിന് ഇറങ്ങി നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ട അമ്പലത്തിൻ്റെ ഇപ്പറേ സൈഡിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഫോർട്ടിൻ്റെ അപ്പറേ സൈഡിലായിരുന്നു അമ്പലം. നേരെ ഓപ്പോസിറ്റ് സൈഡ്. നമുക്ക് അവിടെ മേളിൽ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്പലം കാണാനിരിക്കുന്നത്. ഇവിടെ കൊച്ചും കുഞ്ഞും കൂടെ കണ്ണനും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കട്ടെ. ഇവിടുത്തെ ഗ്രീനറി കൊള്ളാം കേട്ടോ. മെയിനായിട്ട് ആ ഒരു പച്ചപ്പ് നല്ല രസമുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നമുക്ക് 20 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ ഫീസ് മേടിക്കുന്നതിന്. നമ്മുടെ ത്രിവർണ്ണ പതാക ഇങ്ങനെ പാറി പറക്കുന്നുണ്ട്. ഇങ്ങനെ കാറ്റുള്ളപ്പോൾ ഇത് കാണാൻ ഒരുക്കത്തെ ഭംഗിയാണ്.
ഇവർ സ്ഥിരം പരിപാടികളായ ഫോട്ടോ എടുപ്പും പരിപാടികളും ഫോട്ടോയുടെ ഭംഗി നോക്കലും പരിപാടിയൊക്കെയാണ്. നമുക്ക് കണ്ണൻ്റെ കൂടെ കണ്ണൻ കുഞ്ഞായതുകൊണ്ട് തന്നെ അവനെ ക്യൂരിയോസിറ്റി ഇതിലൂടെയൊക്കെയാണ്. അവനപ്പം കണ്ണൻ പോകുന്ന കണ്ടപ്പോൾ ജ്യോതിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടിലിൻ്റെ ഫസ്റ്റ് ലെയറിലോട്ട് നമ്മൾ എൻ്റർ ആവുകയാണ്. ഫസ്റ്റ് ലെയറിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനാണ് ഈ കാണുന്ന ആ പ്രൊട്ടക്ഷൻ വാള്. ഇവിടെ ഒരു ചെറിയ ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഫോട്ടിൽ കൂടെ ഇങ്ങനെ കയറി പോവുകയാണ് ഗൈസ്. ഇതെല്ലാം കണ്ടോ, ഈ സ്റ്റെപ്പുകളെല്ലാം പാറയിൽ തന്നെ ചെയ്തേക്കുന്നതാണ്. പാറയുടെ വെട്ടിയെടുത്തേക്കുന്നതാണ്. ഇവിടെ നല്ലൊരു ആൽമരമുണ്ട്. കലാപരമായിട്ട് ഫോട്ടിൻ്റെ മതിൽ കയറി കിടക്കുന്ന ഒരു ആടി എടുക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ ചുതർമ. നമ്മൾ ഫോട്ടിൻ്റെ ഫസ്റ്റ് ലെയർ മതിൽക്കെട്ട് കഴിഞ്ഞിട്ട് അകത്തേക്ക് വലിയ പാറകളാണുള്ളത്. വലിയൊരു കൂറ്റം പാറയാണ് കേട്ടോ. ഈ പാറയുടെ സൈസ് മനസ്സിലാവണമെങ്കിൽ ജ്യോതി ഇത് കണ്ടോ, അവളവിടെ നിൽക്കുമ്പോഴാണ് ഈ പാറയുടെ സൈസ് മനസ്സിലാകുന്നത്. നോക്കിക്കുക, നമ്മൾ ആദ്യം നോക്കുമ്പോൾ തോന്നും വളരെ ചെറിയൊരു പാറയാണെന്ന്. പക്ഷേ ഇത് കണ്ടോ, ജ്യോതിയും കുഞ്ഞിക്കിളിയൊക്കെ നിൽക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ആണ് മനസ്സിലാകുന്ന ഈ പാറയുടെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാകും. കണ്ടാൽ അവിടെ നിന്ന് വെള്ളം കുടിക്കുകയാണ് കൈ. അതുകൊണ്ട് വളരെ മനോഹരമായ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കുക എൻ്റെ ഭാര്യയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യൂ. ഓ മൈ ഗോഡ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ലേക്കിൻ്റെ ആ ഒരു വ്യൂ ആണ് കേട്ടോ. നമ്മളത് പ്രതീക്ഷിച്ചാണ് നമ്മൾ വന്നത്. നമ്മൾ പറഞ്ഞത് ഫോർട്ടിൽ നോക്കുമ്പോൾ ഈ ലേക്കിൻ്റെ വ്യൂ അടിപൊളിയായിരിക്കും. വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അതേ അടിപൊളി വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. ഫോർട്ടിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മളെല്ലാം ഫോർട്ടിൻ്റെ ടോപ്പിലോട്ട് കയറുവാണ്. നമുക്കിത് ഇങ്ങനെയാണ് കയറി പോകേണ്ടത്. അങ്ങനെ ഫോർട്ടിൻ്റെ രണ്ടാമത്തെ മതിലും കടന്ന് നമ്മളിപ്പോൾ ടോപ്പ് വ്യൂയിലോട്ട് ചെല്ലുകയാണ്. ഇതാണ് ഫോർട്ടിൻ്റെ ഏറ്റവും മേളത്തെ ലെയർ. കാരണം ഫോർട്ടിൻ്റെ ഏറ്റവും വലിയ മേളത്തെ സൈഡിലെ വാളുകളാണ്. ഇതാണ് ഫോർട്ടിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് പൊസിഷൻ. സോ ഇവിടെ നിന്നാണ് നമ്മൾ യുദ്ധങ്ങളൊക്കെ ചെയ്യാനായിട്ട് രാജാവൊക്കെ ഈ ഫോർട്ട് ഉപയോഗിക്കുന്നത്. ഇച്ചിരി വെയിലത്ത് വന്നാലും ഇവിടെ നല്ല തള്ളു തരാനായിട്ട് ഇവിടുത്തെ ഈ മരമുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യാൻ പോകുന്ന വീരനാണ്. അപ്പോൾ ഇതിനകത്തുകൂടി ഇവൻ എങ്ങനെ യുദ്ധം ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനകത്തുകൂടി ശത്രുക്കളെ നിരീക്ഷിച്ചിട്ടാണ് രാജാക്കന്മാർ പിന്നെ കണ്ടത് ഭയങ്കരമായിട്ടൊരു വ്യൂ ആണ് കേട്ടോ. ബർത്തേക്കിങ് വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ കോട്ടയിൽ പോരാളികൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ദിശയിൽ നിന്ന് വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ രാജാക്കന്മാർ പണ്ട് കാലത്തെ ഇത് വെച്ചേക്കുന്നത്. പക്ഷെ ഇതൊരു അപാര വ്യൂ ആണ്. മാത്രമല്ല ഈ ഒരു ക്ലൈമറ്റ് കേട്ടോ, ഇപ്പോൾ ഒരു വലിയ വെയിലൊന്നും ഇല്ലാത്ത സമയമാണ് ഇവിടെ തൃച്ചിയിൽ. അപ്പോൾ അങ്ങനെ ഒരു ക്ലൈമറ്റിൽ നല്ല കാറ്റും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഈ വ്യൂ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം നമുക്ക്. പക്ഷേ ഇത് ഫോർട്ടിൻ്റെ വേറൊരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇതിൽ നമുക്ക് ആ ലേക്കും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ തിരുമായം ഫോർട്ട് ഉണ്ടല്ലോ, 17th സെഞ്ച്വറിയിൽ നമ്മൾ പുതുക്കോട്ട രാജാവ് പണി കഴിപ്പിച്ചതാണ്. ഇതിൻ്റെ ബോട്ടം ലെയറിൽ തന്നെ നമുക്കൊരു വാളുണ്ട്. ഇത് നമ്മൾ ടോപ്പ് വാളിൽ നിന്നുള്ള ഒരു 360 വ്യൂ ആണ്. അപ്പോൾ ഈ അമ്പലമൊക്കെ വരുന്നത് തന്നെ ഈ ബോട്ടം വാളിൻ്റെ ഉള്ളിലോട്ടാണ് അമ്പലമൊക്കെ വരുന്നത്. അപ്പോൾ രാജാവൊക്കെ അമ്പലത്തിൽ വരുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ഫോർട്ടിൻ്റെ ലെയറിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. കണ്ണ കാക്ക എന്ത് ചെയ്യുന്നത്? കാക്ക എന്ത് ചെയ്യേ? കണ്ണന് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിള്ളേർക്കൊക്കെ അത്യാവശ്യം എന്ന് വെച്ചാൽ പാറയുണ്ട്. പാറയിൽ തന്നെ ഇങ്ങനെ ഈ പുല്ല് പിടിച്ച സ്ഥലങ്ങളുണ്ട്. അവിടെയാണെങ്കിൽ പിള്ളേർക്ക് കുറച്ച് സേഫാണ്. കാരണം ഇവിടെ പക്ഷേ ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ പിള്ളേരുടെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് നടന്ന് കയറുകയാണ് കേട്ടോ. ഈ ഒരു വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയാം. ബാഹുബലി സിനിമയിലെ ബാഹുബലി സിംഹാസനത്തിലോട്ട് നടന്ന് കയറുന്ന ആ രംഗം തന്നെയായിരിക്കും. ഞാൻ എൻ്റെ ദേവസേനയും പിടിച്ചുകൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ഫോർട്ടിൻ്റെ ടോപ്പിൽ നിന്നുള്ള അടിപൊളി വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഒന്നൊന്നര വ്യൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഫോർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നാച്ചുറലായിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാറ അല്ലെങ്കിൽ ഒരു മലയുടെ മേളിലാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ആ റോഡ് വഴിയാണ് വന്നത്, അങ്ങ് കാണുന്ന റോഡ് വഴി. യു ക്യാൻ സീ ദാറ്റ്. ആ റോഡ് വഴിയാണ് അവിടുന്ന് ട്രെയിനെടുത്ത് നമ്മൾ വന്നത്. അതിന് ശേഷം നമ്മളിവിടെ വന്ന് റോക്ക് ഫോർട്ടിൽ ഫ്രണ്ടിൽ കൂടെയാണ് ഉള്ള വഴി കൂടെ നമ്മളിങ്ങനെ വന്നിട്ട് ഈ വഴിയല്ല, കാണുന്ന വഴിയല്ല, താഴെ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെയാണ് ഇവിടെ വന്നിട്ട് കണ്ടോ ആ കാണുന്ന ജൈൻ ടെമ്പിളിലാണ് നമ്മൾ പോയത്. ഓക്കെ, ദെൻ നമ്മളിനി ഇവിടുന്ന് പോകുന്നത് ഈ കാണുന്ന ഹൈവേ വഴിയാണ്. അപ്പോൾ ഫോർട്ടിൽ നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഫ്രണ്ടിലും ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. അത് നമുക്ക് അവിടെ നിന്നപ്പോൾ മനസ്സിലായില്ലായിരുന്നു. അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലം പണിതേക്കുന്ന ഈ ഫോർട്ട് അല്ലെങ്കിൽ ഈ മലയോട് ഇങ്ങനെ ചേർത്ത് വെച്ച് തന്നെയാണ് പണിതിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഫോർട്ടിൽ നിന്ന് ഇറങ്ങി വരുവാണ്. ഇപ്പോൾ സപ്പോസ് വടമാരൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ ലെഫ്റ്റ് നോക്കി സെൻറ്റർ നോക്കി റൈറ്റ് നോക്കി ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കുള്ളൂ അവർ ഇറങ്ങി വരിക രാജാവിന് വേണ്ടി. ഹായ് പറഞ്ഞേ. ഇവിടെ നോർമൽ ക്ലൈമറ്റിൽ, അതായത് വെയിലുള്ള സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊരിഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ ഈവനിങ്ങോ അല്ലെങ്കിൽ ഏർലി മോർണിംഗേ നമ്മൾ പ്ലാൻ ചെയ്യാവുള്ളൂ. അതല്ല ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വരുവാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. മഴയുണ്ട്, അതേപോലെ തന്നെ നല്ല കാറ്റാണ്. ഇവിടുന്ന് വരുന്ന നല്ല കാറ്റാണ്. ആ കാറ്റിൽ നല്ല രസമുണ്ട്. ഇവിടെ നല്ല തണുത്ത കാറ്റാണ്. ഒരു മനസ്സിനൊക്കെ ഒരു കുളിർമയാകും. നമുക്കിത് മൊത്തത്തിൽ ഒരു റിലാക്സേഷൻ വരും ഇവിടെ വരുന്നതിൽ. അതായത് മൊത്തം നമ്മളൊരു ബിസി ലൈഫിൽ നിന്നെല്ലാം മാറി ഇവിടെ ഒരു നല്ലൊരു സന്തോഷത്തോടെ നമുക്കിവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ ഫോർട്ടിൻ്റെ താഴെ കണ്ട ഈ പാറയ്ക്കകത്തൊരു ശിവലിംഗമുണ്ട്. ആ ശിവലിംഗത്തിലോട്ടുള്ള സ്റ്റെപ്പാണ് ഈ കണ്ടിരിക്കുന്നത്. ഇവിടെ ഫോർട്ടിൽ ഊമത്തുറ ഒളിഞ്ഞിരുന്നപ്പോൾ പ്രാർത്ഥിച്ച ശിവലിംഗമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ താഴെ അക്ക അമ്പലത്തിൽ വെച്ച് ചോദിച്ചപ്പോൾ അക്ക പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ നമ്മൾ ഫോർട്ടിൽ ടൈമെല്ലാം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. നമുക്ക് ഈ വഴി കൂടെ തന്നെയാണ് പോകേണ്ടത്. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഫസ്റ്റ് മതിലാണ് ഞാൻ പറഞ്ഞത്. ഈ മതിലിൻ്റെ പ്രൊട്ടക്ഷനിൽ തന്നെയാണ് അമ്പലവും ഈ ഫോർട്ടും എല്ലാം ചുറ്റും തന്നെ ഇരിക്കുന്ന ആദ്യത്തെ പ്രൊട്ടക്ഷൻ തന്നെ. അപ്പോൾ രാജാക്കന്മാർ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇതാണ് ബേസിക് പ്രൊട്ടക്ഷനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാജാവ് സാധാരണ ഇവിടെ വന്ന് താഴെ അമ്പലത്തിൽ സമയം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നെന്നാണ് നമ്മളോട് അക്ക പറഞ്ഞത്. ഇവിടെ റൈറ്റ് സൈഡിലും ലേക്കുണ്ട്. സോ ഇപ്പോൾ നമ്മൾ വീണ്ടും ഹൈവേയിലോട്ട് കയറുവാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഹൈവേ എന്നുള്ള ആ റോഡിലാണ് നമ്മൾ വന്നത്. ഇവിടെ നിന്ന് തിരിച്ച് റൈറ്റ് ഹൈവേയിലോട്ട് കയറി നമ്മൾ കാരക്കുടി വരിക. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത്. അപ്പം നമ്മൾ നേരെ കാരക്കുടിയിലോട്ട് പോകണം. നമ്മൾ കറക്റ്റ് ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴ പെയ്തു. കറക്റ്റ് സമയത്താണ് നമ്മൾ ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മളവിടെ പെട്ടേനെ. അപ്പോൾ നമ്മൾ കാരക്കുടി തന്നെയാണ് നല്ലത്. ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ.